ഹായ് ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ബോഡി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർ അവരൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു പ്രോട്ടീൻ സോഴ്സാണ് എഗ് അല്ലെങ്കിൽ മുട്ട എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ പേരും കഴിക്കുന്നത് എഗ് വൈറ്റ് ആയിരിക്കാം. കാരണം എഗ് വൈറ്റ് എന്ന് പറയുന്നത് പ്യുവർ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ സാധാരണ എങ്ങനെ എഗ് വൈറ്റ് കഴിക്കാറ്? കൂടുതൽ പേരും കഴിക്കുന്നത് ഒരു ബോയിൽഡ് എഗ് വൈറ്റ് ആയിരിക്കും. ബോയിൽഡ് എഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. അതൊരു എന്താ പറയുക, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് എന്തായാലും മടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു 2 റെസിപ്പി കൊണ്ട്, അതായത് എഗ് വൈറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന 2 റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പിന്നെ അതിൽ നമ്മൾ ഒന്നുണ്ടാക്കുന്നത് എഗ് മഫിനാണ്. അത് നമ്മൾ ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അത് ഇച്ചിരി ഈസിയാണ്. നിങ്ങളിപ്പോൾ സൺഡേ ഒക്കെ ഒരു ബാച്ച് കുക്കിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് രാവിലെയൊക്കെ ആയിരിക്കും ഭൂരിഭാഗം പേരും എന്താ പറയുക, ജിമ്മിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഫ്രിഡ്ജിൽ ചെയ്തെടുത്ത് അങ്ങ് ഒന്ന് ചൂടാക്കിയാൽ മതി, ഒരു 30 സെക്കൻഡ്സ് മൈക്രോവേവിൽ വെച്ച്. പിന്നെ രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് എഗ് വൈറ്റ് ഓംലെറ്റ് ആണ്. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. പിന്നെ നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇച്ചിരി കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടി ഇതിൽ കുറച്ച് വെജിറ്റബിൾസും ചേർക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ 2 റെസിപ്പിയും കണ്ടു നോക്കാം. നമ്മൾ എഗ് മഫിൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇത് ഒരു മീഡിയം ക്യാപ്സിക്കം, റെഡ് കളർ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഏത് കളർ ക്യാപ്സിക്കാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം. ഒരു മീഡിയം വലിപ്പമുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇല, അത് ഇപ്പോൾ നിങ്ങൾക്ക് ബേബി സ്പിനാച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതാവാം, അല്ലെങ്കിൽ കെയില് കിട്ടുന്നുണ്ടെങ്കിൽ അതാവാം. ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചീരവർഗ്ഗത്തിൽപ്പെട്ടത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കെയിലാണ്. ഇത് ജസ്റ്റ് ഒരു ചെറിയ തണ്ട്, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2 മുട്ട മുഴുവനായും പിന്നെ 4 മുട്ടയുടെ വെള്ളയുമാണ്. ഇത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിൽ ഞാൻ ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 മുട്ടയുടെ ഉണ്ണിയും ചേർക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മുഴുവൻ എഗ് വൈറ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുഴുവൻ മുട്ടയായിട്ടും ചേർക്കാം. എങ്ങനെയാണോ നിങ്ങൾ എങ്ങനെയാണോ മുട്ട കഴിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 മുഴുവൻ മുട്ടയും പിന്നെ 4 മുട്ടയുടെ എഗ് വൈറ്റും ആണ്. ഇനിയിപ്പോൾ എഗ് മഫിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മഫിൻ ട്രേ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ മഫിൻ ഉണ്ടാക്കുന്ന ഈ ഗ്യാപ്പുകളിലൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നീ എന്ത് തരത്തിലുള്ള എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വെജിറ്റബിളും ആ ഇലവർഗ്ഗവും കൂടെ ഇച്ചിരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ എഗ് വൈറ്റിൻ്റെ ആ മിക്സ്ചർ ഉണ്ടല്ലോ, എഗ് വൈറ്റിൻ്റെ എഗ് യോക്കിൻ്റെയും കൂടെയുള്ള ആ മിക്സ്ചർ ഞാനിപ്പോൾ ഈ തവിയിൽ ഓരോ തവി വെച്ച് ഓരോ മഫിൻ ടിന്നിലോട്ടും ഇടുവാണ്. ഇനി നിങ്ങൾ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഇത് നേരെ വയ്ക്കാവുന്നതാണ്. പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഞാനിത് അപ്പോൾ ഓവനിലോട്ട് വെക്കാൻ പോവാണ്. ഇതിപ്പോൾ 14 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വെന്തു. ഞാനിത് കൂടെ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞാനിത് ഇനി പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ഇതിപ്പോൾ പുറത്തിറക്കി വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റായി. ഇത് നന്നായിട്ട് ചൂടാറി, ഇതിൻ്റെ ചൂടൊക്കെ പോയി. ഇത് ചൂടാറുന്തോറും ഇതിങ്ങനെ സൈഡിൽ നിന്ന് വിട്ട് പോരുവേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇടിക്കാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. ഇനി ഞാൻ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം. ഇതാണ് ഇപ്പം നമ്മുടെ എഗ് മഫിൻ്റെ ഫൈനൽ രൂപം. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ലേ? ഇനിയിപ്പോൾ നിങ്ങളിത് ഇതേ വെജിറ്റബിൾസ് തന്നെ ചേർക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ ഇല്ല, ഒരു ഇലവർഗ്ഗവും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പക്ഷേ ബീൻസും മഷ്റൂമും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി. ഇനി വേറൊരു കാര്യം, ഇനി ബേക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി വേവിച്ചെടുക്കണോ, നിങ്ങളുടെ ഇഡ്ഡലി പാത്രത്തിലിട്ടാണെങ്കിൽ ഇത് വേവിച്ചെടുക്കാം. അതായത് ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ തട്ടിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നിങ്ങൾ ഇഡ്ഡലിയുടെ മാവ് ഒഴിക്കില്ലേ, അതിന് പകരം ഇത് ചേർക്കുക. എന്നിട്ട് സാധാരണ ഇഡ്ഡലി വേവിക്കാൻ വയ്ക്കുന്നോണം തന്നെ വയ്ക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഓഫീസിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിലൊക്കെ പോകാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാവിലെ അത് മുട്ട പുഴുങ്ങാൻ വെച്ച് അതിൻ്റെ ചൂടാറി ഒന്ന് തോട് കളയാൻ അങ്ങനെ സമയമൊന്നും കളയണ്ട. നിങ്ങളിത് സൺഡേ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്കിപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഓഫീസിലോട്ട് പോകുമ്പോൾ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തങ്ങ് അതൊന്ന് ചൂടാക്കി കഴിച്ചിട്ട് വേഗം പോയാൽ മതി. നല്ല എളുപ്പമാണ്, ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ വേറൊരു കാര്യം, ഇത് നിങ്ങളൊരു നല്ല പാത്രത്തിൽ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് ദിവസം വരെ ഒരു കേടും കൂടാതിരിക്കും. ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത്. ഞാൻ സൺഡേ ചിലപ്പോൾ ഒരു 2-3 ദിവസത്തേക്കുള്ളത് ഞാൻ എനിക്കും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയുള്ളത് എടുത്ത് വയ്ക്കും. ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എഗ് വൈറ്റ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇത് കുറച്ച് ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലവർഗത്തിൽപ്പെട്ട എങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ എടുക്കാം. പിന്നെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കുഞ്ഞ് സവാളയുടെ ഒരു ചെറിയ 1/4 ഭാഗത്തിൻ്റെയും പാതി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുട്ട ഫുള്ളായിട്ടും പിന്നെ 2 മുട്ടയുടെ വെള്ളയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് വേണമെങ്കിൽ 3 മുട്ടയുടെ വെള്ള മാത്രമായിട്ടോ എങ്ങനെയാണെന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫുൾ, അതായത് എഗ് വൈറ്റ് മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 3 എഗ്ഗും കംപ്ലീറ്റ് ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾക്ക് എഗ്ഗിൻ്റെ എണ്ണം കൂടുന്തോറും അതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവും കൂട്ടാം. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ചേർക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇച്ചിരിയും കൂടെ ഒരു ഹെൽത്തി സൈഡ് ആവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത് ചുമ്മാ എഗ് വൈറ്റ് ആയിട്ട് ഓംലെറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മളിപ്പോൾ ഏതായാലും ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ ഒരു ഹെൽത്തി സൈഡ് ആക്കാൻ വേണ്ടി നമ്മൾ കുറേ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞോണം നിങ്ങളുടെ ഫേവറേറ്റ് വെജീസ് ചേർക്കാം. മഷ്റൂമും ഏതെങ്കിലും ഇലവർഗത്തിൽ പെട്ടതുമാണ് ഏറ്റവും നന്നായിട്ട് ഈ മുട്ടയുടെ ഒപ്പം പോകുന്നത്. ക്യാപ്സിക്കും പോകും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പാത്രത്തിൻ്റെ താഴെ ഒന്ന് ചെറുതായിട്ട് ഓയിലൊന്ന് എന്താ പറയുക കൈകൊണ്ട് തന്നെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഒഴിക്കല്ല, ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, അന്ന് കൈകൊണ്ട് തന്നെ പുരട്ടി കൊടുത്തിട്ടുള്ളൂ. അത് ആ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഈ വെജിറ്റബിൾസ് ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറു തീ കിടന്ന് വേവട്ടെ. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇത് അത്യാവശ്യം സ്പൈസിയാണ്, കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി ഒരു മുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മറിച്ചൊന്നും ഇടുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ 2 സൈഡും മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറിച്ചൊക്കെ ഇടാവുന്നതാണ്. ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് ഓംലെറ്റിൻ്റെ അവസാനത്തെ രൂപം. നിങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നതായിരിക്കും, നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇത് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ എഗ് വൈറ്റ് കഴിക്കാൻ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. അപ്പോൾ എഗ് വൈറ്റ് കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഒരു ഉപകാരം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.